മാത്രമല്ല അങ്ങേക്കിപ്പോൾ എല്ലാവരെ കൊണ്ടും അങ്ങനെ കള്ളൻ എന്ന് വിളിപ്പിച്ചു എന്നതാണ് അങ്ങയുടെ വിഷമം എങ്കിൽ അതിനെപ്പറ്റി ആലോചിച്ച് അങ്ങ് വിഷമിക്കൊന്നും വേണ്ട. എന്നെ നിങ്ങൾ എന്ത് വിളിച്ചാലും ഞാൻ സ്വീകരിക്കും. അത് ആത്മാർത്ഥമായിട്ട് എന്നെ വിളിക്കണമെന്ന് മാത്രം. അതുകൊണ്ട് ഇപ്പം ഈ വിളിച്ച കള്ളൻ എന്നുള്ള പേര് ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. അത് എല്ലാ കാലവും നിലനിൽക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു ഭഗവാൻ. അതുകൊണ്ടാണ് സ്യമന്തകമണേർ ഹർത്രേ നമഃ എന്നൊരു നാമം ശ്രീകൃഷ്ണ അഷ്ടോത്തര ശതനാമാവലിയിൽ ഇന്നും നിലനിൽക്കുന്നത്. ആലോചിച്ച് നോക്കുക ഭഗവാന്റെ കാരുണ്യം. അവനവനെ കള്ളൻ എന്ന് വിളിക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ നാമം ഇന്നും നിലനിൽക്കുന്നു. സ്യമന്തകം കട്ട കള്ളന് നമസ്കാരം എന്നെല്ലാവരും ഭക്തിയോടുകൂടി പറയുന്നു. ആ നാമത്തെ ഭഗവാൻ സ്വീകരിച്ചു. അങ്ങനെ സത്രാജിത്ത് സന്തോഷത്തോടുകൂടി തൻ്റെ പുത്രിയായ സത്യഭാമയെ ഭഗവാന് കന്യാദാനം ചെയ്തു. അങ്ങനെ ഭഗവാന്റെ രണ്ടാമതൊരു വിവാഹം കൂടി അവിടെ നടന്നു. ഇതിനു മുൻപ് രുക്മിണിയെ ഭഗവാൻ വിവാഹം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ കഥയിൽ ഭഗവാന്റെ 2 വിവാഹം ഒരുമിച്ച് നടന്നു, ജാംബവതിയെയും സത്യഭാമയെയും. സത്രാജിത്തിൻ്റെ സഹായിയായിട്ട് ശതധന്വൻ എന്ന് പേരുള്ള മറ്റൊരു യാദവൻ ദ്വാരകയിലുണ്ടായിരുന്നു. ഈ സത്രാജിത്തിന് അത്യാവശ്യം ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇയാളെ ഉപയോഗിക്കും. എന്നിട്ട് അയാളോട് പറയും, സമയമാകുമ്പോൾ എൻ്റെ മകളെ ഞാൻ വിവാഹം ചെയ്തു തരാട്ടോ എന്ന് പറഞ്ഞിരുന്നു. ഇത് കേട്ട് മോഹിച്ച് ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുന്ന ആളാണ് ശതധന്വാവ്. പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാന് സത്യഭാമയെ വിവാഹം ചെയ്തു കൊടുത്തു എന്ന് കേട്ടപ്പോൾ എന്തെന്നില്ലാത്ത വിഷമവും സത്രാജിത്തിനോട് എന്തെന്നില്ലാത്ത പകയും ദേഷ്യമൊക്കെ തോന്നി ശതധന്വാവിന്. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് ഈ അക്രൂരര്, കൃതവർമാവ് തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാവരും ചേർന്ന് ഒരിക്കൽ ഈ ശതധന്വാവിനെ കളിയാക്കി. നാണല്ലടോ, താൻ എത്ര കാലമായിട്ട് ഈ സത്രാജിത്തിന് സഹായം ചെയ്ത അയാളുടെ കൂടെ നടന്നതാ, എന്നിട്ട് തന്നെ പറ്റിച്ചില്ലേ? തന്നോട് എന്താ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ മകളെ തനിക്ക് കല്യാണം കഴിച്ചു തരാമെന്നല്ലേ പറഞ്ഞത്? എന്നിട്ടോ തന്നെ പറ്റിച്ചിട്ട് ശ്രീകൃഷ്ണന് കൊടുത്തില്ലേ? എടോ, ആണാണെങ്കിൽ പോയി പകരം ചോദിക്കടോ എന്ന് പറഞ്ഞു. ഇത് കേൾക്കേണ്ട താമസം ഈ ശതധന്വാവ് നേരെ സത്രാജിത്തിൻ്റെ ഗൃഹത്തിലേക്ക് കയറി ചെന്ന് അദ്ദേഹത്തിനെ അങ്ങോട്ട് വധിച്ചു, കൊന്നുകളഞ്ഞു. എന്നിട്ട് അവിടെ ഇരിക്കുന്ന സ്യമന്തക രത്നം എടുത്ത് നേരെ അക്രൂരരുടെയും കൃതവർമാവിൻ്റെയും അടുത്ത് തന്നെ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ആണാണെന്ന് തെളിയിച്ചു, ഞാൻ അയാളെ പോയി കൊന്നു, ദാ ഈ രത്നവും കൊണ്ട് പോന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അക്രൂരർ പറഞ്ഞു, താൻ എന്ത് വിവരമില്ലായ്മയോ കാണിച്ചത്? സാക്ഷാൽ ലോകപാലന്മാരായിട്ടുള്ള കൃഷ്ണരാമന്മാരുടെ ബന്ധുവിനെ പോയി കൊല്ലിയേ, തനിക്കിനി ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിൽക്കണ്ട, ഓടിക്കൊള്ളാൻ പറഞ്ഞു. ഇത് കേട്ട് പേടിച്ച് ശതധന്വാവ് നേരെ അക്രൂരരുടെ ഗൃഹത്തിലേക്ക് ഈ സ്യമന്തകരത്നോ വലിച്ചെറിഞ്ഞ് അവിടെ നിന്നൊരു കുതിരപ്പുറത്ത് കയറി രക്ഷപ്പെട്ടു. എന്നാൽ ഈ വിവരമറിഞ്ഞ ബലരാമസ്വാമിയും ശ്രീകൃഷ്ണ ഭഗവാനും ഇദ്ദേഹത്തിനെ പിന്തുടർന്നു എന്ന് മാത്രമല്ല, വഴിയിൽ വെച്ച് അദ്ദേഹത്തിനെ പിടിച്ച് നിഗ്രഹിക്കുകയും ചെയ്തു, കൊല്ലുകയും ചെയ്തു. പക്ഷെ അപ്പോഴും പ്രശ്നം ബാക്കി, സ്യമന്തകരത്നം കാണാനില്ല. ഇത്രയും കാലം ഇതിനെ അന്വേഷിച്ച് പുറപ്പെട്ട് സ്യമന്തകരത്നം വീണ്ടും കാണാതായി. കഷ്ടിച്ച് കിട്ടിയതായിരുന്നു, അത് വീണ്ടും നഷ്ടപ്പെട്ടു. ഇതെവിടെ പോയെന്ന് ആർക്കും അറിയില്ല. ഈ ശതധന്വാവിനെ കൊന്നു കളഞ്ഞപ്പോൾ അയാളുടെ കയ്യിലും ഇല്ല രത്നം. അവസാനം ശ്രീകൃഷ്ണ ഭഗവാനോട് പോലും ചെറിയൊരു സംശയം തോന്നി ബലരാമസ്വാമിക്കെന്നാണ്.